ഇന്ന് രാവിലെയാണ് ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. മരിച്ച റജിയുടെ വീട് ഇവിടെ ഏറെക്കുറെ 150 മീറ്റർ മാത്രം അകലെയാണ്. വീട്ടിൽ നിന്നും പശുവിനുള്ള പുല്ല് തേടി ഈ കാണുന്ന വള്ളത്തിലാണ് അദ്ദേഹം പുറപ്പെട്ടത്. ഈ പരിസരം എന്നുള്ളത് ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ചിൻ്റെ സ്ഥലമാണ്. ഇത് പള്ളിയുടെ തന്നെ ശൗചാലയമാണ്. ഇതിൻ്റെ മേൽക്കൂര കഴിഞ്ഞ ദിവസത്തെ കാറ്റിൽ അടർന്നു പോയിരുന്നു. അങ്ങനെ അത് ശരിയാക്കി വെക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിനിടയിൽ അദ്ദേഹത്തിന് വൈദ്യുതാഘാതം ഏറ്റു എന്നുള്ളതാണ് കരുതപ്പെടുന്നത്. ഈ കാണുന്ന പോസ്റ്റിൽ നിന്നും ചെറിയ കേബിൾ താഴേക്ക് കണക്ഷൻ കൊടുത്താൽ കാണുന്നുണ്ട്. ഇത് അനധികൃത കണക്ഷനാണ് എന്ന് KSEB സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഷൈനി വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി റേച്ചാൻ ഇതുവരെ അവിടെ വന്നില്ല, പുള്ളി എത്താൻ അങ്ങോട്ട് വന്നില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടില്ല, വന്നിട്ട് എന്നാൽ പോയി കാണാം, കാരണം എപ്പോഴും വന്നിട്ട് ഇവിടെ ചെത്തിയിട്ട് പോകുന്ന നമ്മൾ കാണും, ഇന്ന് നമ്മൾ കണ്ടില്ല. അത് കഴിഞ്ഞ് ഒരു 10:55 ആയപ്പം പുള്ളിക്കാരി വിളിച്ചിട്ട് ആ പുറകിന് വന്നു, നടന്ന് ഇവിടെ വന്നപ്പോഴും ഞാൻ പുറകിന് വന്നപ്പോഴത്തേക്ക് വള്ളം അവിടെ കിടപ്പുണ്ട്. അപ്പോൾ വള്ളം കിടപ്പത്തിന് വെള്ളത്തിലെങ്ങനെ വീണാന്നങ്ങോട്ട് നോക്കിയിട്ട് അവിടെ ഒന്നും കണ്ടില്ല. എന്നിട്ട് ഞാൻ അവളെ കൊട്ടി ഇവിടെ ആക്കിയിട്ട് ഞാൻ അങ്ങ് വീട്ടിലോട്ട് പോയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഓടി വായോ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളെല്ലാം കൂടെ ഞാനും എൻ്റെ മോനും കൂടെ ഓടി വന്നപ്പോഴത്തേക്ക് അന്നേരം ഇവിടെ വെള്ളമില്ല, ഇവിടെ ഇങ്ങനെ ചാരി ഇങ്ങനെ കിടപ്പുണ്ട്. അതിൻ്റെ മണ്ടയ്ക്ക് ടിൻ ഷീറ്റും പൈപ്പും കൂടെ പുള്ളിയുടെ കാലിൻ്റെ മണ്ടയ്ക്ക് മൊത്തമായിട്ട് ഇങ്ങനെ ഇരിക്കുക, ബാക്കി ഹോസ്റ്റൽ പതിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളെല്ലാം എർത്തടിക്കുന്നുണ്ട് നിൽക്കുന്നത്. അന്നേരത്തേക്ക് ഞാൻ പറഞ്ഞാൽ ഇനി കറണ്ട് വല്ല അടിച്ചാണോ എന്ന് നോക്കാൻ പറയും. മോനെ അപ്പോൾ വിട്ടു. അപ്പോൾ നമ്മുടെ പ്രസാദേട്ടനുണ്ട്, പുള്ളി എടുക്ക ചെന്ന് എല്ലാവരും വിളിച്ചു. പുള്ളി അപ്പം തന്നെ വിളിച്ച് അവിടെ ഓഫ് ചെയ്തിട്ട് തിരിച്ചിവിടെ വന്നിട്ട് മുളകുണ്ട് എല്ലാവരും കൂടെ കുത്തി ഈ പൈപ്പും ഷീറ്റും കൂടെ അങ്ങോട്ട് മാറ്റി. പുള്ളിക്കാരൻ്റെ വൈഫാണ് ആദ്യം കണ്ടതും. അവർ അവരും കൂടെ പിടിച്ചെടുത്ത് നമ്മുടെ സിറ്റൗട്ടിൽ കൊണ്ട് കിടത്തില്ല. അപ്പോൾ നമ്മൾ തൂക്കുകയും ചൂട് കൊടുക്കുകയൊക്കെ നോക്കിയിട്ടൊന്നും. അപ്പോൾ ഇടയ്ക്കിനെ കണ്ണ് ചെറുതായിട്ടൊരിതുപോലെ വന്നായിരുന്നു. എന്നിട്ട് പിന്നെ അനക്കമൊന്നുമില്ല. അദ്ദേഹത്തെ അന്വേഷിച്ച് ഇവിടെ എത്തിയ ഷൈനിയാണ് ഈ കാഴ്ച ആദ്യം കാണുന്നത്. രക്ഷാപ്രവർത്തനത്തിനിടയിൽ ഷൈനിക്കും ഷോക്കേറ്റിരുന്നു. നോക്കിയപ്പോഴാണ് ഇങ്ങനെ കിടക്കുന്നത് മരവിച്ച്. എന്നിട്ട് ഞാനും പെട്ടെന്ന് അങ്ങോട്ട് ഓടിച്ചെന്ന് പിടിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ കിടന്ന് വലുതായി അലറി. ഇപ്പോൾ അടുത്ത വീട്ടിൽ പയ്യൻ വന്ന് ഓടി വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് ചെല്ലാകുമ്പോൾ എർത്തടിച്ച് താഴെ ഇട്ട് കൊച്ചു അവൻ വന്ന് എന്നെ പിടിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ പിടിക്കാൻ പോകാന്ന് പറഞ്ഞു. ഞാനിങ്ങനെ പിടിക്കാനായിട്ട് എന്നിട്ട് പറഞ്ഞു, ചേച്ചി അങ്ങോട്ട് പോലെ എർത്തയച്ചി. ചേച്ചി ഇങ്ങോട്ട് പറയുന്നത് ആ ചേച്ചി എല്ലാവരും കൂടെ വന്ന് എന്നെ വലിച്ചു മാറ്റി. KSEBയിൽ അറിയിച്ച് വൈദ്യുതി ബന്ധം പൂർണ്ണമായി വിച്ഛേദിച്ച ശേഷമാണ് അദ്ദേഹത്തെ ഇവിടെ നിന്നും എടുത്തുകൊണ്ട് തൊട്ടടുത്ത വീട്ടിലേക്ക് മാറ്റുന്നത്. ഏറ്റവും അവസാനവും അവർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു ജീവൻ തിരിച്ചു കിട്ടുമെന്നുള്ളത്. പക്ഷേ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പരിശോധിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു എന്നുള്ളതാണ് ലഭ്യമായ വിവരം. ക്യാമറമാൻ ജയചന്ദ്രൻ പുലമ്പാറയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി.